ഗായ്സ്, നേരം വെളുത്തിട്ടേ ഉള്ളൂ. ഈ നടുക്ക് നിൽക്കുന്ന ചെറുത് വിളിച്ചെണീപ്പിച്ചിട്ടാണ് ഞാൻ എണീറ്റത്. അമ്മായി വാ, പൂ പറിക്കാൻ പോവാ, സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പൂ പറിക്കാമെന്ന് ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനൊരു 7 മണി ആയപ്പോൾ 7 മണിക്ക് അലാറൊക്കെ വെച്ചിട്ട് കിടന്നതാ. അതിന് മുന്നേ ആൾ വന്ന് വിളിച്ചെണീപ്പിച്ച്. അപ്പം നമ്മൾ പൂ പറിച്ചിട്ട് വരാം. പൂവ് ഇവിടെ ഉണ്ടോ ഇല്ലയോ ഒന്നും അറിയില്ല, നമുക്ക് നോക്കാം. കഴിഞ്ഞ വർഷമൊക്കെ ഉണ്ടായിരുന്നു, ഈ വർഷം നമുക്ക് ഉണ്ടോ ഇല്ലയോ നോക്കി നോക്കാം. അങ്ങനെ പൂവന്വേഷിച്ച് ഞങ്ങൾ വയലിൽ പോയി. ഈ ചങ്ങയാണെങ്കിൽ നടക്കാൻ മടിയായിട്ട് എൻ്റെ ഒക്കത്ത് കയറിയിരിക്കുക. വയലിൽ ഒരു സൈഡിൽ കുറേ മഞ്ഞപ്പൂ ഉണ്ടാവാറുണ്ടായിരുന്നു. അപ്പം അതന്വേഷിച്ചുള്ള പോക്കാണത്. ഇത് മഞ്ഞപ്പൂവൊക്കെ കിട്ടി, പക്ഷെ വിചാരിച്ച അത്ര ഒന്നുമില്ല. കഴിഞ്ഞ വർഷമൊക്കെ കുറേ ഉണ്ടായിരുന്നു, ഈ വർഷം തീരെ ഇല്ലായിരുന്നു. തുമ്പപ്പൂ ഇപ്പം കാണാതെ ഇല്ല, പക്ഷെ നമുക്ക് 2-3 മാത്രം കിട്ടിയിട്ടുണ്ട്. കിട്ടിയ പൂവും കൊണ്ട് ഞങ്ങൾ വീട്ടിൽ പോയതാ. ഇത്രയായിട്ട് നമുക്ക് കിട്ടിയുള്ളൂ. ഈ കൊങ്ങിനി പൂവാണെങ്കിലും ഭയങ്കര കുറവ്. പണ്ട് ഈ റോഡ് സൈഡിൽ നിറച്ചും കൊങ്ങിനി പൂ ഉണ്ടായിരുന്നു, അതും ഇല്ല. ഇത്രയും പൂക്കൾ വീട്ടിൽ നിന്നും കിട്ടി. ചെക്കന്മാരാണെങ്കിൽ ഓണപ്പരിപാടിക്ക് പോവാൻ റെഡി ആവുകയാണ് ഇവിടെ. അങ്ങനെ റെഡിയായി നേരെ റോഡിലേക്ക് കയറി ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ വണ്ടിയും കാത്ത് നിൽക്കുകയാണ്. ഇവൻ്റെ കയ്യിലാണെങ്കിൽ സഞ്ചിയിലുള്ളത് പൂവാണ്, സ്കൂളിലേക്ക് കൊണ്ടുപോകാനേ. അങ്ങനെ അവനെയും കയറ്റി വിട്ട് ടാറ്റാ ബൈ പറഞ്ഞത് ഇവനെ കയറ്റി വിടണം. അങ്ങനെ ഇവനും സ്കൂളിൽ പോയി, ഞാൻ വീട്ടിലേക്കും പോയി.